കോമ്പസ് ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെൻസിൽ എടുക്കുക, കോമ്പസ് എടുക്കുക. അപ്പോൾ കോമ്പസിൽ ഒരു പെൻസിൽ വയ്ക്കാനുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്, ഒരു ചെറിയൊരു വൃത്തം കോമ്പസിൻ്റെ അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പെൻസിലിന് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക, ടൈറ്റാക്കുക. പിന്നെ സ്കെയിൽ ഉപയോഗിച്ച് വേണം അളവെടുക്കാൻ. അപ്പോൾ സ്കെയിലിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, 9 സെൻറ്റിമീറ്റർ കോമ്പസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, അളക്കുക. അത് സ്കെയിൽ ഉപയോഗിച്ച് അളവെടുക്കണം. അതത്ര 9 സെൻറ്റിമീറ്റർ മൊത്തത്തിൽ. അത് സ്കെയിലിൽ നിന്ന് എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ച് അളവെടുക്കുക. തെറ്റായിരിക്കുമോ? അപ്പോൾ നിങ്ങൾ അളവെടുത്തു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ സെൻട്രലായിട്ട് ആ ഒരു 9 സെൻറ്റിമീറ്ററിൽ ഒരു വൃത്തം വരയ്ക്കുക. അതെങ്ങനെയാണ്, സെൻറ്ററിൽ നിങ്ങൾ കുത്തുമ്പോൾ ഈ സൂചി പോലുള്ള കോമ്പസിൻ്റെ മുനയിൽ അത് സെൻറ്ററിൽ കുത്തണം. പിന്നെ ഇപ്പോൾ പെൻസിലാണ് ലൈൻ വരയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ സെൻട്രലായിട്ട് സൂചി പോലുള്ള മുന ഉള്ള ഒരു സംഭവം കുത്തുക, എന്നിട്ട് ഇങ്ങനെ വൃത്തം വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ള വൃത്തം കിട്ടും. അപ്പോൾ ഇതേ അളവിൽ തന്നെ അടുത്ത കാർഡ്ബോർഡ് ഷീറ്റിൽ എന്ത് ചെയ്യുക, സെൻറ്ററിൽ ഇങ്ങനെ സൂചി പോലുള്ള മുന കുത്തുക. എന്നിട്ട് പെൻസിൻ്റെ ഒരു മുന എന്ത് ചെയ്യുക, മുന വെച്ച് 9 സെൻറ്റിമീറ്ററിൽ ഒരു വൃത്തം ആ കാർഡ്ബോർഡ് ഷീറ്റിൽ വരയ്ക്കുക. അപ്പോൾ ഗൈസ്, 2 കാർഡ്ബോർഡ് ഷീറ്റിൽ വൃത്തം വരച്ച് കഴിഞ്ഞു. ഇനി അതിനെ കട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പെൻസിൽ യൂസ് ചെയ്യാം. ഈ സ്കെച്ച് പെൻസിന് പകരം വ്യക്തമായിട്ട് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തായിട്ട് ഈ 2 കാർഡ്ബോർഡ് ഷീറ്റിൽ നിങ്ങൾ വൃത്തം വരച്ചെടുത്ത് അതിന് വൃത്തം വരച്ചാൽ മാത്രം പോരാ, അതിന് കട്ട് ചെയ്യണം രണ്ടും.